നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഇറാനും അമേരിക്കയും മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്ന സൂചനയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം UAE-യുടെ 2 കപ്പലുകൾക്ക് നേരെ, എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണമുണ്ടായി. വലിയ തോതിലുള്ള നാശനഷ്ടമാണ് കപ്പലുകൾക്കുണ്ടായത്. മിസൈൽ ആക്രമണമാണ് നടന്നത്. ക്രൂയിസ് മിസൈലുകളാണ് ഈ കപ്പലുകൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടത്. ഹോർമൂസ് കടലിടുക്കിൽ ഈ ഒമാൻ തീരത്തുകൂടിയുള്ള തെക്കേ പാതയിലൂടെയാണ് കപ്പലുകൾ നീങ്ങിയത്. ഈ കപ്പലുകൾക്ക് നേരെയാണ് IRGC മിസൈൽ പ്രയോഗം നടത്തിയത്. ക്രൂയിസ് മിസൈലുകൾ പതിച്ചതോടുകൂടി 2 കപ്പലുകൾക്കും തീപിടുത്തമുണ്ടായി. വ്യാപകമായ നാശനഷ്ടമുണ്ടായി. ഒരു ഇന്ത്യൻ നാവികന് ജീവൻ നഷ്ടമായി. 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഈ പരിക്കേറ്റ 8 പേരിൽ 6 പേരും ഇന്ത്യക്കാരാണ്. 2 പേർ യുക്രൈൻ നാവികരുമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. മൊംബാസ, അൽ-ബാഹിയ തുടങ്ങിയ 2 കപ്പലുകൾക്ക് നേരെയാണ്, എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ഇറാൻ സൈന്യമായ IRGS വെടിയുതിർത്തത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒമാൻ തീരത്തുകൂടി അമേരിക്ക താൽക്കാലിക പാത ഒരുക്കിയിരുന്നു. അതുവഴി കടന്നുപോയ കപ്പലുകൾക്ക് നേരെയാണ് ഇപ്പോൾ ക്രൂയിസ് മിസൈൽ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനെ ശക്തമായി തന്നെ UAE അപലപിച്ചിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് UAE പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ തീരത്തോട് ചേർന്നുള്ള കപ്പൽ പാതകളിൽ മൈനുകളടക്കം പാകിക്കൊണ്ടാണ് കപ്പലുകളെ ഉപരോധിക്കുന്നത് ഇറാൻ. എന്നാൽ ഇപ്പുറത്ത് ഒമാൻ തീരത്തുകൂടി അമേരിക്ക സമാന്തര പാത ഒരുക്കിയിട്ടുണ്ട്. അതുവഴിയാണ് കപ്പലുകൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ കപ്പലുകൾക്കാണ് ഇപ്പോൾ ആക്രമണം ഏറ്റിരിക്കുന്നത്. അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ബദലായി ഗൾഫ് രാജ്യങ്ങളെയാണ് നേരത്തെ തന്നെ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സെൻറ്ററുകൾക്ക് നേരെയാണ്, അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും സേനാത്താവളങ്ങൾക്കും നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്, പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലും UAE-യുടെ 2 കപ്പലുകളെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മാത്രമല്ല, ഇതിൽ 6 ഇന്ത്യൻ പൗരന്മാർ പരിക്കേറ്റിരിക്കുന്നു. 8 പേർക്ക് പരിക്കേറ്റു. അതിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയെക്കുറിച്ചും ആശങ്കയുണ്ട്. എന്തായാലും ഒരു ഇന്ത്യൻ നാവികന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അതിശക്തമായ പ്രതികരണവുമായി വരും മണിക്കൂറുകളിൽ രംഗത്ത് വരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ നാവികരുടെ വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചു വരികയായിരുന്നു. അവിടെയുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷ അതീവ പ്രധാനമാണ് രാജ്യത്തിന് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ ഒരു നാവികനാണ് ഇന്ന് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉപരോധത്തിനിടയിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരായ 3 നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ആ 3 നാവികരുടെ കൊലപാതകത്തിനു ശേഷം അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ പ്രതികരണവും പ്രതിഷേധവുമാണ് ഇന്ത്യ നടത്തിയത്. അമേരിക്കൻ സ്ഥാനപതിയെ, ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിക്കുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഏതെങ്കിലും കാര്യത്തിനായി അമേരിക്കയുടെ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുന്നത്. അതിപ്പോൾ ഈ ഇറാനിൽ ഹോർമൂസ് കടലിടുക്കിൽ നടന്ന ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതോടുകൂടി നടന്നു എന്നുള്ളതാണ്. അതായത് ശക്തമായിട്ടാണ് അമേരിക്കയ്ക്കെതിരെ അന്ന് ഇന്ത്യ നിലപാടെടുത്തത്. അമേരിക്കയുടെ ഈ പ്രവൃത്തിക്കെതിരെ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം കാരണം, IRGC-യുടെ ആക്രമണം കാരണമാണ് 2 കപ്പലുകൾക്ക് വൻ തീപിടുത്തമുണ്ടാവുകയും 6 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു പ്രതിഷേധം അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ശക്തമായ ആക്രമണ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ഇറാനിൽ അമേരിക്ക. അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേൽ ചേരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്നും 10 യുദ്ധവിമാനങ്ങൾ അമേരിക്ക തിരിച്ചു വിളിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളാണ് ഇസ്രായേലിലെ ഓവ്ഡ വിമാനത്താവളത്തിൽ നിന്നും അമേരിക്ക തിരിച്ചു വിളിച്ചിരിക്കുന്നത്. 10ഓളം വരുന്ന F-22 യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം അത്യാധുനികമായ യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങളിൽ 10 എണ്ണമാണ് അമേരിക്ക ഇസ്രായേലിൽ നിന്നും മാറ്റി UK-യിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സാധാരണ യുദ്ധരംഗത്ത് നടത്താറുള്ള റീപൊസിഷനിങ്ങിൻ്റെ ഭാഗമായിട്ട്
ഭാഗമായിട്ടാണ് റീപൊസിഷനിങ് ഓഫ് എയർ അസറ്റ്സ് എന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. പക്ഷേ അതേസമയം സംയുക്തമായിട്ടാണ് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചിരുന്നത്. ഫെബ്രുവരിയിൽ ആണ് ഈ ഒരു വിമാനങ്ങൾ അവിടെ ഇസ്രായേൽ വ്യോമതാവളത്തിൽ വിന്യസിച്ചിരുന്നത്. ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടിക്ക് മുന്നോടിയായിട്ടാണ് യുദ്ധവിമാനങ്ങൾ അമേരിക്ക വിന്യസിച്ചിരുന്നത്. ഈ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നത്. ആദ്യ ആക്രമണം ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അമേരിക്ക ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ ഇതുവരെ ഒപ്പം ചേർന്നിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്രായേലും ഉടൻ ഒപ്പം ചേരുമെന്നാണ് പ്രതീക്ഷ. അതിനിടയിലാണ് ഈ 10 യുദ്ധവിമാനങ്ങൾ അമേരിക്ക തിരികെ എടുത്തു, UK മാറ്റി എന്ന വാർത്ത വരുന്നത്. എന്തായാലും ആക്രമണം കനപ്പിക്കുകയാണ് അമേരിക്കയും ഇറാനും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ആക്രമണത്തിനിടയിലാണ് ഇപ്പോൾ 2 UAE കൂടി പ്രകോപിപ്പിച്ചുകൊണ്ട്, UAEയും ഇന്ത്യയും കൂടി പ്രകോപിപ്പിച്ചുകൊണ്ട് 2 കപ്പലുകൾക്ക് നേരെ ഹോർമൂസിൽ ആക്രമണം നടന്നതും അതിൽ ഒരു ഇന്ത്യൻ നാവികന് പരിക്കേൽക്കുകയും ചെയ്തത്.